മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് വയലാർ രാമവർമ്മ സാർ എഴുതിയൊരു ഗാനത്തിൽ പറയുന്നത്. സത്യത്തിൽ മനുഷ്യൻ മതങ്ങളെയല്ല, ആദ്യമായി പ്രപഞ്ചസ്വരൂപനായ സൃഷ്ടാവായ ഏകസത്യമായ ആ ദൈവത്തെയാണ് പങ്കുവച്ചത്. അങ്ങനെ പങ്കുവച്ചതിൽ പൂർണ്ണസ്വരൂപനായി മഹാദേവനെയാണ് ആദ്യം മനുഷ്യൻ സൃഷ്ടിച്ചത്. തിരുനെറ്റിയിൽ കണ്ണുള്ള നടരാജനായി നടനം ചെയ്യുന്ന ചന്ദ്രകലാധരനായി ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ആ ഏകദൈവത്തെ ഹരനായി ആദ്യം സൃഷ്ടിക്കപ്പെട്ടു. അതിലൂടെ മറ്റൊരു മതം അതിൽ നിന്നും അല്പം വ്യതിചലിച്ച് പ്രവാചകന്മാർ യേശുക്രിസ്തു എന്ന ദൈവത്തെ സൃഷ്ടിച്ചു. അത് ദൈവമായിട്ടല്ല, ദൈവപുത്രനായിട്ടാണ്. എന്താണ് ഇവിടെ ക്രൂശിക്കപ്പെട്ടതെന്ന് ഇന്നോളം ആർക്കും അറിയത്തില്ല. ഇവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് 3 തലത്തിൽ ബന്ധനം ചെയ്തിരിക്കുന്ന മഹാസമുദ്രമാണ്. ആ മഹാസമുദ്രം ശരീരമാണ്. മഹാദേവൻ മുഖമായിട്ടും യേശുക്രിസ്തു ശരീരമായിട്ടും. യേശുക്രിസ്തുവിൻ്റെ ശിരസ് കിരീടം ആയിട്ട്, ഉൾക്കിരീടം, അതായത് സൂര്യരശ്മിയാണ് ഉൾക്കിരീടമായിട്ട് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ആ മതഗ്രന്ഥത്തിൻ്റെ പിന്നാലെ ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടു. ഖുർആനിൽ പറയുന്നത് ഇരുൾ അടങ്ങിയ ഗുഹാതലമാണ്. അത് ശിരസ്സാണ്. ആ ശിരസ്സിൽ മറഞ്ഞിരിക്കുന്ന, ആ ഇരുളിൽ മറഞ്ഞിരിക്കുന്ന ദൈവം, അതാണ് അള്ളാഹു. അളയാകുന്ന ഗുഹയിൽ മറഞ്ഞിരിക്കുന്ന ദൈവം, അതാണ് സൂര്യൻ്റെ ഉദയം. അതും സൂര്യനാണ്. മഹാദേവൻ്റെ തൃക്കണ്ണിലും സൂര്യൻ തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ മുൾക്കിരീടവും സൂര്യനും തന്നെയാണ്. ഈ പ്രപഞ്ച ദൃശ്യത്തെ 3 ദൈവങ്ങളായി പ്രവാചകന്മാരും വേദശാസ്ത്ര പണ്ഡിതന്മാരും ഋഷിവര്യന്മാരും എല്ലാം മാറ്റി മറിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെയ്തു വച്ചതാണ് പുരാണ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളുമൊക്കെ. ഇതൊക്കെ മനുഷ്യൻ തിരിച്ചറിയണമെങ്കിൽ പ്രപഞ്ച സൃഷ്ടി എങ്ങനെ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് മനുഷ്യൻ കണ്ടെത്തണം. അത് കണ്ടെത്താൻ അധിക ദൂരമൊന്നും പോകണമെന്നില്ല. ഒരു കൽപ്പവൃക്ഷം മതി. ആ കൽപ്പവൃക്ഷത്തിൻ്റെ കായിൽ നിന്ന് തുടങ്ങണം. അതായത് തേങ്ങയുടെ പുറം മുതൽ തുടങ്ങണം. അത് പ്രപഞ്ച സൃഷ്ടിയിൽ കാണണം. അപ്പോഴേ തെങ്ങായും ചൊട്ടയായും
അത് വിരിയുന്ന തേങ്ങയായും ഒക്കെ എല്ലാം, അതിലൊന്നും കളയാനില്ല. ഇതൊക്കെ പ്രപഞ്ച സൃഷ്ടിയുടെ പൂർണ്ണമരമാണ് തെങ്ങ്. ഇതൊക്കെ പറയാനും തെളിയിക്കാനും എല്ലാം തയ്യാറായി തന്നെയാണ് ഇപ്രകാരം പറയുന്നത്. കാത്തിരിക്കുക.